ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബ് ഈ പള്ളിയിൽ ഒരുമിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. നാളിതുവരെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സർവ്വദോഷങ്ങളെയും അല്ലാഹുവിൻ്റെ മഹാകരുണ കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്കെല്ലാം മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ഏറ്റവും പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിതം അവസാനിക്കുമ്പോൾ ആയിത്തീരാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജമാഅത്തുൽ ആഖിർ അവസാന വാരത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ആദരവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് നടന്നത് ഇതുപോലെ ഒരു ജമാഅത്തുൽ ആഖിർ മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 13-ാം വർഷം ജമാഅത്തുൽ ആഖിർ 22 തിങ്കളാഴ്ച അസ്തമിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ലോക നേതാവായ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം എവിടെയെല്ലാം പറയപ്പെടുന്നുവോ അവിടങ്ങളിലെല്ലാം കൂട്ടിവായിക്കപ്പെടുന്ന ഒരു പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായി, നിഴലായി നബി തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന സ്വഹാബി വര്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ കൊടുത്തിട്ട് ഇതിൽ ഷഹാദത്ത് കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് കൊത്തി എഴുതി കൊണ്ടുവരാനായി ഏൽപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മോതിരവുമായി തട്ടാന്റെ അടുക്കൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതണമെന്ന് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് തിരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എഴുത്തും വായനയും അറിയില്ലാത്ത തികച്ചും ഉമ്മിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറെ എന്താണ് മോതിരത്തിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു തരൂ എന്ന് പറയുകയും അതല്ലാഹുവിന്റെ പ്രവാചകരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ഒന്നും എഴുതിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തങ്ങൾ മറുപടി പറയുകയും അബൂബക്കർ തങ്ങൾ മറുപടി പറയുകയും പിന്നീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇതിന്റെ താഴെ എന്തോ വീണ്ടും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോഴാണ് തട്ടാൻ കൊണ്ടുവന്ന് കൊടുത്ത മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും ഒന്ന് പരിശോധിക്കുന്നത്. നോക്കുമ്പോൾ അവസാനത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത വിഷമമായി. കാരണം നബി തങ്ങൾ പറഞ്ഞു വിട്ടതിനപ്പുറത്തേക്ക് തന്റെ പേര് കൂടി അതിൽ ചേർക്കപ്പെട്ടുവല്ലോ എന്നുള്ള വല്ലാത്തൊരു സങ്കടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പിടിപെടുകയും ഇങ്ങനെ ഈ തട്ടാന്റെ അടുക്കൽ പോയി വിവരം അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സംഭവം വിവരിച്ചു കൊടുക്കുന്നത്. ഇത് വേറൊന്നുമല്ല,
അങ്ങയുടെ പേരും അള്ളാഹുവിന്റെ പേരും വേറെ വേറെയായി പോകുന്നതിൽ, മുറിഞ്ഞു പോകുന്നതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ വിഷമം, ആ വിഷമം അങ്ങയോടുള്ള സ്നേഹം, അങ്ങയോടുള്ള അങ്ങയുടെ നാഥനോടുള്ളതായ സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ അതേ സ്നേഹബന്ധമാണ് അങ്ങയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ളത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാനാണ് ആ മോതിരത്തിൽ അങ്ങനെ എഴുതി ചേർത്തിട്ടുള്ളത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി തങ്ങളോട് പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയപ്പെടുമ്പോഴെല്ലാം, നബി തങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴെല്ലാം, നബി തങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവ വികാസങ്ങൾ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായ എന്ത് സംഭവ വികാസങ്ങൾ പറയുമ്പോഴൊക്കെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കൂടി അവിടെ ചേർത്ത് പറയുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് ഒന്നാം ഖലീഫയായ അബൂബക്കർ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മാസമാണ് ജമാദുൽ ആഖിർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ജീവനും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിതമായിരുന്നു. നബിതങ്ങളിലേക്ക് സമർപ്പിതമായിരുന്നു എന്ന് പറഞ്ഞാൽ ദീനിനു വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത്. ഒരിക്കൽ കച്ചവടക്കാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള വരവിനെ പറ്റിയിട്ടുള്ള സംഗതി കൂടി അറിയണമല്ലോ. എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നത്? അന്ന് മക്കയിലെ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും തന്റെ വീട്ടിലേക്ക് കയറി വരുന്നതായി, ഇറങ്ങി വരുന്നതായും, ആ സൂര്യചന്ദ്രാദികളെ താൻ മാറോട് ചേർത്ത് വെക്കുന്നതായും, അതിനെ ഒരു തട്ടത്തിൽ മൂടി വെക്കുന്നതായും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുകയാണ്. അന്നത്തെ നസ്രാനിയായ ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു താൻ കണ്ട സ്വപ്നത്തിനെ പറ്റി ഒന്ന് പറയുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. സ്വപ്നം എന്ന് പറയുന്നത് വഹയിന്റെ ഒരു അംശമാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നങ്ങളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളതായ ചില സംഗതികളെ നമുക്ക് അറിയിച്ചു തരൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് ലോകത്തുള്ളതായ മുസ്ലിമീങ്ങളും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതും ബലിപെരുന്നാളിന്റെ ബലികർമ്മം നടത്തുന്നതും എന്നൊക്കെ നമുക്കറിയാം. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ട സ്വപ്നത്തെ പറ്റി നസ്രാനിയായ ഒരു പുരോഹിതന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കാലത്ത്, താങ്കളുടെ കൂട്ടത്തിൽ, താങ്കളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകനുമായി താങ്കൾ ആത്മബന്ധമുണ്ടാകും. ആ പ്രവാചകന്റെ മന്ത്രിയായി, ആ പ്രവാചകന്റെ ഖലീഫയായി അങ്ങ് മാറും എന്ന് ആ ജൂത പുരോഹിതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കണ്ട സ്വപ്നത്തിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തപ്പോ അന്ന് മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനായ മുഹമ്മദ് നബിയോട് വല്ലാത്ത അടുപ്പം കൂടാൻ ആരംഭിക്കുകയാണ്. പ്രവാചകരുടെ കൂടെ എപ്പോഴും അബൂബക്കർ തങ്ങൾ ഉണ്ടാകും. മുസ്ലിമാകുന്നതിന് മുൻപും പ്രവാചക സവിധത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഉണ്ടാകും. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കറെ, നിങ്ങൾ എന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, എന്റെ മജ്ലിസിൽ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്തേ നിങ്ങൾ മുസ്ലിമാകുന്നില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ ചോദിച്ചപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മുഅ്ജിസത്ത് പ്രകടമാകുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ്, അമാ യക്ഫീകൽ മുഅ്ജിസത്തുല്ലതി റഅയ്തഹാ വഅബ്ബറ ലക റാഹിബു. അബൂബക്കറെ, നിങ്ങൾക്ക് മതിയായ മുഅ്ജിസത്തുണ്ടല്ലോ, നിങ്ങൾക്ക് മതിയായ മുഅ്ജിസത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എന്താണെന്നറിയുമോ? റഅയ്തഹാ, താങ്കൾ കണ്ട സ്വപ്നവും വഅബ്ബറഹാ ലക റാഹിബു, ആ ജൂത നസ്രാനിയായ പുരോഹിതൻ അങ്ങയോട് പറഞ്ഞു തന്ന വിശദീകരണവും ഒരു മുഅ്ജിസത്തായിട്ട് മതിയോ എന്ന് പ്രവാചകർ ചോദിക്കുകയാണ്. ഇത് പ്രവാചകരോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞിട്ടില്ല, കണ്ട സ്വപ്നത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല, കേട്ട വിശദീകരണത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തായി അബൂബക്കർ തങ്ങളോട് പറഞ്ഞ സന്ദർഭത്തിൽ ഉടനെ തന്നെ അബൂബക്കർ തങ്ങൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ വെച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാം പ്രവാചകനിലേക്ക് സമർപ്പിച്ചയാളാണ്. ജീവൻ വരെ പ്രവാചകനിലേക്ക് സമർപ്പിച്ചയാളാണ്. നമ്മളൊക്കെ ജീവൻ വരെ നമ്മുടെ ആരെങ്കിലും വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടോ സമർപ്പിതമാണെന്ന് പറയുമ്പോൾ പോലും സ്വന്തം ജീവിതം അപകടത്തിൽപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മളെ പിന്മാറ്റലാണ് പതിവ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ ജീവൻ ത്യജിച്ചും, ഞാൻ എന്തും കൊടുത്തും, ഞാൻ മരണത്തെ പുൽകിയും ഞാൻ എന്റെ കാര്യത്തിലേക്ക് അടുക്കുമെന്ന് പറയുമ്പോഴും ജീവൻ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയം ആ അവസരത്തിൽ മനുഷ്യനെ പിടികൂടുകയും അവൻ പിന്മാറുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി തങ്ങളുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ളതായ യാത്രയിലുണ്ടായ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കൂടി ഗാർ ഗുഹയുടെ സമീപത്തെത്തി. മക്കയിലെ മുശ്രിക്കുകളുടെ ശത്രുത ഉപദ്രവം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും രാത്രിയിൽ നാട് വിടുകയാണ്, മക്ക വിടുകയാണ്. മക്ക വിട്ട് ഗാർ ഗുഹയുടെ സമീപത്തെത്തിയപ്പോ ഗാർ ഗുഹയിൽ കയറി അഭയം പ്രാപിക്കാൻ വേണ്ടി, ഗുഹയിലേക്ക് കയറാൻ വേണ്ടി അബൂബക്കർ തങ്ങളും നബി തങ്ങളും തയ്യാറാകുമ്പോ തന്റെ പിന്നിൽ ശത്രുക്കളുണ്ട്. ശത്രുക്കൾ കണ്ടാൽ തന്നെയും തന്റെ കൂട്ടുകാരനായ അബൂബക്കർ തങ്ങളെയും വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ ഇരുവരും കൂടി ഗാർ ഗുഹയിലേക്ക് കയറാൻ പോകുന്ന നേരത്ത് അബൂബക്കർ തങ്ങൾ നബി തങ്ങളോട് പറയുകയാണ്, വല്ലാഹി ലാ തദ്ഖുലുഹു ഹത്താ അദ്ഖുല ഖബ്ലക നബിയേ, അങ്ങ് പ്രവേശിക്കുകയില്ല പ്രവാചകരെ, അങ്ങ് പ്രവേശിക്കരുത് പ്രവാചകരെ എന്നല്ല, അങ്ങ് പ്രവേശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അങ്ങ് പ്രവേശിക്കുകയില്ല. ഹത്താ അദ്ഖുല ഖബ്ലക, ഈ ഗുഹയിലേക്ക് ഞാൻ കയറി ചെല്ലുന്നതിന് മുൻപായി അങ്ങ് ഈ ഗുഹയിലേക്ക് കടക്കുകയില്ല കേട്ടോ. ഫൈൻ കാന ഫീഹി ശൈഉൻ അസ്വാബനി, ഈ ഗുഹക്കകത്ത് വല്ല പൊടിമൃഗങ്ങളോ വല്ല ക്ഷുദ്രജീവികളോ വല്ല വിഷസർപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ കടിക്കട്ടെ, എനിക്ക് വഹിക്കട്ടെ, എനിക്ക് ബാധിക്കട്ടെ. അതുകൊണ്ട് പ്രവാചകരെ ഞാൻ ആദ്യം കടക്കാം, അങ്ങ് ഇവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ബൈഹഖി റിവായത്ത് ചെയ്യുന്ന വല്ലാത്തൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗുഹക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ അല്പാൽപ ഭാഗങ്ങളെല്ലാം കീറിയെടുത്ത് ചില ചെറിയ ചെറിയ പൊത്തുകളിലേക്ക് വെക്കുകയാണ്. ആ പൊത്തുകളിലേക്ക് വച്ചിട്ട് ബഹുമാനപ്പെട്ടവർ വസ്ത്രം കഴിഞ്ഞപ്പോ, തുണി കഴിഞ്ഞപ്പോ, പൊത്തുകളെല്ലാം അടക്കുവാനുള്ള ഉപാധി കഴിഞ്ഞപ്പോൾ തന്റെ പാദങ്കാലിന്റെ തന്തവിരൽ കൊണ്ട് ഒരു പൊത്ത് അടച്ചു വെച്ചിട്ട് നബിതങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ നബിതങ്ങൾ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് യാത്രാക്ഷീണം കൊണ്ട് കിടന്നിറങ്ങുകയാണ്. അപ്പോഴാണ് നമ്മളെല്ലാവരും പാട്ടിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും അല്ലാത്ത വാളുകളിലൂടെയും ഒക്കെ കേട്ടിട്ടുള്ളതായ സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പാമ്പ് കടിക്കുകയാണ്. മരുഭൂമിയിലെ സർപ്പങ്ങളെ, വിഷജന്തുക്കളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷമുള്ള ജീവികളാണ് മരുഭൂമിയിലെ പാമ്പുകൾ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ വിഷമുള്ള, കഠിനമായ വിഷമുള്ള, നല്ല വേദന അനുഭവപ്പെടുന്ന വിഷപ്പാമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽ വിരലിൽ കൊത്തുകയും കടിക്കുകയും ആ വേദന സഹിച്ചുകൊണ്ട് വേണമെങ്കിൽ അബൂബക്കർ തങ്ങൾക്ക് എഴുന്നേൽക്കാം, നബിതങ്ങളെ എഴുന്നേൽപ്പിക്കാം, തനിക്ക് കേട്ടിട്ടുള്ളതായ ആ ഒരു വിഷമത്തിന് നബിതങ്ങളോട് പറയാം. പക്ഷേ അതൊന്നും നബിതങ്ങളിലേക്ക് അവതരിപ്പിക്കാതെ നബിതങ്ങളെ ഉണർത്തരുത്. തന്റെ ഒരു നഫ്സിന്റെ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ശരീരത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി, സ്വന്തം ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി തന്റെ മടിയിൽ കിടന്നുറങ്ങുന്നതായ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുന്നേൽപ്പിക്കാൻ, ഉറക്കത്തിന് ഭംഗം വരുത്താൻ അബൂബക്കർ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജീവൻ പോണെങ്കിൽ പോട്ടെ, ജീവൻ പോണമെങ്കിൽ പോട്ടെ. പക്ഷേ തന്റെ ശരീരത്തിന്റെ പ്രതികരണമാകുന്ന കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഹബീബായ നബി തങ്ങളുടെ വട്ടമുഖത്തിൽ വീണപ്പോഴാണ് നബി തങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
അബൂബക്കർ തങ്ങൾ കരയുകയാണ്. എന്താണ് കരയുന്നതെന്ന് കാര്യം അന്വേഷിച്ചപ്പോ എന്തോ കാലിൽ കടിച്ചതും അതിന്റെ വേദന കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നതാണെന്നും നബി തങ്ങളോട് പറയുന്നു. ചെറിയൊരു വേദനയാണെങ്കിൽ നമ്മൾ കരയോ? ഇല്ലല്ലോ. നമ്മുടെ കൈ മുറിഞ്ഞു, നല്ല വേദന, കൈ മുറിഞ്ഞു, നമ്മൾ പെട്ടെന്ന് കരഞ്ഞോളണമെന്നില്ല. നമ്മൾ അതിന് പ്രതിവിധി നേടും. അല്ലെങ്കിൽ ഒന്ന് കാൽമുട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു, അല്ലെങ്കിൽ ഒന്ന് മറിഞ്ഞു വീണു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഒരു യുവാവ്, ഒരു കൃത്യമായ ഒരു നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനായി മാറുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കരഞ്ഞോളണമെന്നൊന്നുമില്ല. അസഹനീയമായ വേദന ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ വലിയ വലിയ ആളുകളൊക്കെ കരയാറുള്ളത്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുള്ളത്, പ്രത്യേകിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അബൂബക്കർ തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നെങ്കിൽ അത്രമാത്രം കഠിനമായ വേദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. ആ വേദന ഉണ്ടായപ്പോഴും നബി തങ്ങൾക്കൊന്നും വരരുത്, കേവലം ഉറക്കത്തിന് ഭംഗം വരരുത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വേറെ എവിടെയെങ്കിലും പോയി ഉറങ്ങാം, അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് മാറ്റിക്കിടന്ന് ഉറങ്ങാം, പക്ഷേ അതിന് പോലും ഭംഗം വരരുത് എന്ന് അബൂബക്കർ തങ്ങൾ ആഗ്രഹിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമിനീര് ഏറ്റവും വലിയ മെഡിസിനായ നബി തങ്ങളുടെ ഉമിനീരെടുത്ത് അബൂബക്കർ തങ്ങളുടെ പാമ്പ് കടിച്ച കാൽഭാഗത്ത് പുരട്ടുകയും ആ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് വിഷം മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേദനകളെല്ലാം മാറുകയും ചെയ്തു എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, നബി തങ്ങളുടെ ഹിജ്റ യാത്രയെ പറ്റി പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന സംഗതിയാണ്. അത്രത്തോളം നബി തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി പറയുകയാണ്, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ മരണാസന്നനായി, തന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മരണാസന്നനായി കിടക്കുമ്പോൾ ഏകദേശം 15 ദിവസത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രോഗിയായി കിടക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ മരിക്കുന്ന അന്നേ ദിവസത്തിൽ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഏതാണ്? ആയിഷ ബീവി പറഞ്ഞു, തിങ്കളാഴ്ച ദിവസമാണ്. അബൂബക്കർ തങ്ങൾ പറയുന്നു, ഇന്നേ ദിവസത്തിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ, ഇന്നേ ദിവസത്തിലെങ്ങാൻ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ വച്ചുകൊണ്ടിരിക്കൽ തന്നെ താമസിപ്പിക്കരുത്. ഹബീബായ മുത്തുനബി തങ്ങളുടെ സവിധത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഖബറടക്കുന്നതിൽ നിങ്ങൾ താമസം ചെയ്യരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കളോട് ആയിഷ ബീവിയോട് വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ മറ്റൊരു വസിയത്തും കൂടി, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തിന്റെ നേതാവായ മുത്തുനബി തങ്ങളുടെ റൗളയുടെ ആ പ്രധാനപ്പെട്ട ഹുജ്റയുടെ വാതിൽക്കൽ മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് എന്റെ സലാം ഹബീബായ തങ്ങളോട് പറയണം. എന്നെ ഇവിടെ മറവ് ചെയ്യുന്നതിൽ വല്ല തടസ്സമുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ അനുവാദം കിട്ടിയാൽ മാത്രമേ അബൂബക്കറിനെ നബി തങ്ങളുടെ അടുക്കൽ അടക്കാൻ പാടുള്ളൂ. അവിടെ അടക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും അബൂബക്കർ തങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. മരണശേഷം സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്തുള്ള ഹുജ്റയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ്. റൂമിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് സലാം പറയുന്നു, അബൂബക്കർ തങ്ങൾ അങ്ങയോട് സലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മറവ് ചെയ്യാൻ, ഖബറടക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഉണ്ടായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കള്ളമല്ല, ഇത് കെട്ടുകഥകളല്ല. നബി തങ്ങളുടെ ഹുജ്റയുടെ വാതിൽ തുറക്കുകയും അവിടെ നിന്ന് അശരീരി, അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾ കേൾക്കത്തക്ക രീതിയിൽ അബൂബക്കറിനെ എന്റെ അടുക്കൽ മറവ് ചെയ്യാൻ ഞാൻ അനുവാദം നൽകുന്നു എന്ന രീതിയിലുള്ള അശരീരി അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾ കേൾക്കുകയും അബൂബക്കർ തങ്ങളെ അതിൻ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചാരെ മറവ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രങ്ങൾ പറയുന്ന, പഠിപ്പിക്കുന്ന നബി തങ്ങളോടുള്ള മതിയായ സ്നേഹത്തിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഒരു താല്പര്യങ്ങളാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം ലോകത്തിനെ, മുസ്ലിം സമൂഹത്തിനെ ഇസ്ലാമികമായി ഭരണം നടത്താൻ വേണ്ടി ഖിലാഫത്ത് ഏൽപ്പിക്കുകയും എല്ലാവരും അബൂബക്കർ തങ്ങളെ ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ അബൂബക്കർ തങ്ങളാണ് നബി തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക രാജ്യം ഭരിക്കുന്നത്. അവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി, അവിടെ മുതൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉടലെടുക്കുന്നു. കുറെ ആളുകൾ മുർത്തദ്ദായി പോകുന്നു. ഇസ്ലാം തീർന്നു. പ്രവാചകൻ മരണപ്പെട്ടതോടുകൂടി ഇനി ഇസ്ലാം ഇല്ല. ഇതുവരെയാണ് ഇസ്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാം തീർന്നു, ഇനി നമുക്ക് പഴയതുപോലെ തന്നെ, നമ്മുടെ പഴയ കാലം പോലെ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞ് ചില ആളുകൾ മുർത്തദ്ദായി പോയി. ചില ആളുകൾ പറഞ്ഞു, നമുക്കിനിയൊന്നും സ്വതക്ക നൽകുകയോ ഹദിയ നൽകുകയോ സക്കാത്ത് നൽകുകയോ ഒന്നും വേണ്ട. സക്കാത്തിന് നമുക്ക് നിർബന്ധമില്ല. സക്കാത്ത് നബി തങ്ങളോട് മേടിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇനി
സക്കാത്ത് കൊടുക്കണ്ട എന്ന രീതിയിൽ ഇസ്ലാമിനെ വക്രീകരിക്കാനും ഇസ്ലാമിന്റെ മത നിയമങ്ങളൊക്കെ എടുത്തു മാറ്റാനും ചില ആളുകൾ തയ്യാറായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ പാവപ്പെട്ട വിനയം കൊണ്ട് മുതുക് വളഞ്ഞിരുന്ന മനുഷ്യനെന്ന് പോലും ചരിത്രകാരന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഉമർ തങ്ങളെ പോലെയല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സൗമ്യ സ്വഭാവക്കാരനായിരുന്നു. എല്ലാവരോടും കരുണയോടെയും കാരുണ്യത്തോടെയും പ്രവർത്തിക്കുന്നയാളായിരുന്നു. മനുഷ്യരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നയാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സൗമ്യ സ്വഭാവക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്നഹു ഖദ് ഇൻഖതഅൽ വഹി വതമ്മ ദീൻ. വഹി നിലച്ചിട്ടുണ്ട്, ദീൻ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ ദീനിനെ പൊളിക്കാനോ ഈ ദീനിനെ മാറ്റം വരുത്താനോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് നിഷേധികളായ ആളുകളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. വളരെ സൗമ്യ സ്വഭാവക്കാരനായ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നടത്തിയത്. ആ ഒരു അപ്രതീക്ഷിതമായ നീക്കം നടത്തി ഇസ്ലാമിന്റെ ആ ഒരു നിലയും വിലയുമെല്ലാം കാത്തു സൂക്ഷിച്ച ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിട പറഞ്ഞ മാസമാണ് ജമാദുൽ ആഖിർ, ഈ പുണ്യമായ മാസം എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മഹിതമായ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ മാതൃക? നമ്മൾ ഖുർആനും ഹദീസും മാത്രം നോക്കിയിരുന്നാൽ മതി. നമ്മൾ ഖുർആനും ഹദീസും മാത്രം നോക്കിയിരുന്ന് പ്രവാചക സുന്നത്തുകളെ നമ്മൾ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് അനുകരിക്കേണ്ടത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹിതമായ മാതൃക, അതായത് ഇസ്ലാമിന്റെ ഈ മഹിതമായ മാതൃകകൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാനത്തിന് മാറ്റം വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞാനതിന് സമ്മതിക്കുകയില്ല എന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞ ആ ഒരൊറ്റ ആപ്തവാക്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഖലീഫമാരാണ്. നമ്മുടെ കുടുംബത്തിലെ ഖലീഫമാരാണ് നമ്മൾ. നമ്മുടെ പിതാവിന് ശേഷം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ കാരണവന്മാർ എന്തന്തസ്സോടുകൂടി, ഇബാദത്തോടുകൂടി, ഖുർആൻ പാരായണത്തോടുകൂടി, ദിക്ർ സലാത്തുകളോടുകൂടി ജീവിച്ചവരാണ്. അവരാരും മറ്റുള്ള മതങ്ങളെ അനുകരിക്കുകയോ അവരോട് സാമീപ്യം പുലർത്തുകയോ അവരോട് തുല്യത പുലർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കെല്ലാം ഈമാൻ എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു വലിയൊരു പ്രകാശം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രകാശമാണ് യഥാർത്ഥത്തിൽ ഒരു ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം, നബി തങ്ങളുടെ ശേഷം അബൂബക്കർ തങ്ങൾ ഖലീഫയായി. ശരി, അബൂബക്കർ തങ്ങൾ എന്താണ് ചെയ്തത്? നബി തങ്ങൾ പഠിപ്പിച്ച അതേ ദീനിനെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തയാളാണ് ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഖലീഫമാർ എന്ന് പറഞ്ഞാൽ വാപ്പ ഉണ്ടാക്കിയിട്ട് സമ്പത്ത് സംരക്ഷിക്കാനല്ല, വാപ്പ ഉണ്ടാക്കിയിട്ടതായ ബിസിനസ്സുകൾ സംരക്ഷിക്കാനല്ല, വാപ്പയും വല്ലിപ്പയും എല്ലാം കാത്തു സൂക്ഷിച്ചതായ ഈമാനികമായ പ്രഭാവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഖിലാഫത്താണ് നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടത്. വാപ്പ പള്ളിയുമായി വളരെ ആത്മീയമായ ബന്ധമുള്ളയാളായിരുന്നല്ലോ. നമ്മളൊക്കെ പള്ളിയിലേക്ക് എപ്പോൾ പോകാറുണ്ട്? വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് പോകാറുണ്ട്. മറ്റുള്ള വഖത്തുകൾക്കോ അത് പള്ളിയിൽ ആരെങ്കിലും ഒക്കെ നിസ്കരിച്ചുള്ളൂ. എന്നിട്ട് പറയും നമ്മൾക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ എന്റെ വാപ്പ മഗ്രിബിന് 6 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും പള്ളിയിൽ പോകുന്നയാളാണ്, പള്ളിയിലിരുന്ന് ഓതുന്നയാളാണ്. ഇശാ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളൂ. ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഭക്ഷണം കഴിച്ച് ചെല്ലാനുള്ള ഔറാദുകളൊക്കെ ചൊല്ലി കിടന്നുറങ്ങും. തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുന്നയാളായിരുന്നു എന്റെ വാപ്പ എന്ന് നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടെയും അഹംഭാവത്തോടെയും പറയുമ്പോ ആ വാപ്പയുടെ ജീവിതത്തിലെ എന്താണ് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്? ആ കുടുംബ പരമ്പരയിലെ, ആ മഹത്തായ കുടുംബ പശ്ചാത്തലത്തിലെ എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി പകർത്തിയെടുത്തിട്ടുള്ളത്? അവിടെയാണ് നമ്മൾ ഖലീഫമാർ ആയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുടുംബ പേരിന്റെ യഥാർത്ഥ ഖലീഫമാരായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ വാപ്പയുടെ ബിസിനസ് വളർത്തുന്നതിലോ
വാപ്പ പണിത വീടൊന്നുകൂടി ഉയർത്തിപ്പണിയുന്നതിലോ വാപ്പ ഉണ്ടാക്കിയിട്ടതായ മുതലുകൾ ഒന്നുകൂടി വിശാലമാക്കുന്നതിലോ ഒന്നുമല്ല നമ്മുടെയൊക്കെ ഈമാനികമായ പ്രഭാവം ഉണ്ടാകേണ്ടത് അവർ ചെയ്തു കാട്ടിയ ഇബാദത്തിന്റെ മാതൃകകൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഖലീഫമാരായി മാറേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ ജീവിച്ചിരിക്കെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ മേൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതായ ഇസ്ലാമിനെ വക്രീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞതുപോലെ, എന്റെ കുടുംബത്തിൽ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമികമല്ലാത്ത എന്തെങ്കിലും കടന്നു വന്നാൽ ഞാനത് സമ്മതിക്കില്ല എന്ന് കൃത്യമായി തീരുമാനമെടുക്കുകയും നടപടിയാക്കുകയും ചെയ്യേണ്ടവരാണ് നാം എന്ന വലിയ സന്ദേശം ഈ മഹത്തായ മാസത്തിൽ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങളിലേക്ക് നൽകുകയാണ് റഹ്മാനായ തമ്പുരാൻ. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൊരുത്തപ്പെട്ട രീതിയിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട